സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിന്നോടുള്ള അചഞ്ചലമായ സ്നേഹത്തിന് മാറ്റമില്ല. അതുകൊണ്ട് ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുക. ദൈവം നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുവാൻ വൈകുന്നു എന്ന് കരുതി നീ നിന്റെ പ്രാർത്ഥന നിർത്തരുത്. നിരന്തരം പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനകൾ ദൈവം കേട്ട് അനുഗ്രഹത്തിൻ്റെ പെരുമഴ പെയ്യുന്ന ദിവസങ്ങൾ കടന്നു വരുന്നത് നിനക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ കർത്താവിന് സമയം കൊടുക്കുക. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം സഹായിച്ച നിരവധിയായ അനുഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ചുറ്റുപാടും നമുക്കറിയാവുന്നവർക്കും കർത്താവിൻ്റെ കരുതലും അനുഗ്രഹങ്ങളും ധാരാളം നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കും പ്രത്യാശിക്കാം, പ്രാർത്ഥിക്കാം, നിരന്തരം പ്രാർത്ഥിക്കാം. ഈ ദൈവം നമ്മെ കൈവിടുകയില്ല. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം വ്യക്തമാക്കുന്നു, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. സ്നേഹമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശു ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ഓടാം. സ്നേഹമുള്ളവരെ, നമ്മെ സ്നേഹിച്ച ഒരു ദൈവമുണ്ട്. കുന്നോളം സ്നേഹം നമ്മിലേക്ക് ചൊരിഞ്ഞ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവിൻ്റെ അടുക്കൽ നമുക്ക് കടന്നു പോരാം. അവിടുത്തോട് പറയാം, കർത്താവേ, അങ്ങ് എത്ര മാത്രം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവമാണ്. അതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയും. ഞാനാകും പോലെ എന്നെ അറിഞ്ഞു, ഇന്നോളം സ്നേഹിച്ചോരാരുമില്ല. ഓ യേശുവേ, കുന്നോളം സ്നേഹം എന്നിൽ ചൊരിഞ്ഞിടാൻ യേശുവേ നീ അല്ലാതാരുമില്ല. ഞാനാകും പോലെ എന്നെ അറിഞ്ഞു, ഇന്നോളം സ്നേഹിച്ചോരാരുമില്ല. കുന്നോളം സ്നേഹം എന്നിൽ ചൊരിഞ്ഞിടാൻ യേശുവേ നീ അല്ലാതാരുമില്ല. കർത്താവായ യേശുവേ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. ഏഴയായി എന്നെ സ്നേഹിച്ച് എന്നെ വീണ്ടെടുത്ത കർത്താവേ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്നും എന്നെ കരുതുന്ന സർവശക്തനായ കർത്താവേ, ഞാൻ അങ്ങിൽ എൻ്റെ പ്രത്യാശ, എൻ്റെ ആശ്രയം മുഴുവനും വച്ചിരിക്കുന്നു. ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. പാരമ്പര്യം നീ ചോദിച്ചില്ല, പണവും പ്രതാപവും നോക്കിയില്ല. പാരമ്പര്യം നീ ചോദിച്ചില്ല, പണവും പ്രതാപവും നോക്കിയില്ല. ഇവ നോക്കി സ്നേഹിക്കും മനുഷ്യരിൻ മുൻപിൽ ഏഴയെ സ്നേഹിച്ച ദൈവം നീ. ഇവ നോക്കി സ്നേഹിക്കും മനുഷ്യരിൻ മുൻപിൽ ഏഴയെ സ്നേഹിച്ച ദൈവം നീ. ഞാനാകും പോലെ എന്നെ അറിഞ്ഞു, ഇന്നോളം സ്നേഹിച്ചോരാരുമില്ല.
കുന്നോളം സ്നേഹം എന്നിൽ ചൊരിഞ്ഞിടാൻ യേശുവേ നീയല്ലാതാരുമില്ല. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ കർത്താവേ, അങ്ങൻ്റെ മുഖശോഭയോ കർത്താവേ എൻ്റെ നിറത്തെയോ അങ്ങ് നോക്കിയല്ല എന്നെ സ്നേഹിച്ചത്. അങ്ങ് കർത്താവേ എന്നെ അങ്ങയുടെ മാറോട് ചേർത്ത് കർത്താവേ എനിക്ക് വേണ്ടി മരിച്ച് എന്നെ വീണ്ടെടുത്ത നല്ല കർത്താവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്നിലെ ജ്ഞാനം നീ നോക്കിയില്ല, മുഖശോഭയും നീ ആഗ്രഹിച്ചില്ല. എന്നിലെ ജ്ഞാനം നീ നോക്കിയില്ല, മുഖശോഭയും നീ ആഗ്രഹിച്ചില്ല. ഇവ നോക്കി സ്നേഹിക്കും ലോകത്തിൻ മുൻപിൽ പാപിയെ സ്നേഹിച്ച ദൈവം നീയേ. സ്തോത്രം. ഇവ നോക്കി സ്നേഹിക്കും ലോകത്തിൻ മുൻപിൽ പാപിയെ സ്നേഹിച്ച ദൈവം നീയേ. ഞാനാകും പോലെ എന്നെ അറിഞ്ഞു, ഇന്നോളം സ്നേഹിച്ചോരാരുമില്ല. കുന്നോളം സ്നേഹം എന്നിൽ ചൊരിഞ്ഞിടാൻ യേശുവിനല്ലാതാരുമില്ല. ഞാനാകും പോലെ എന്നെ അറിഞ്ഞു, ചോരാരുമില്ല. കുന്നോളം സ്നേഹം എന്നിൽ ചൊരിഞ്ഞിടാൻ യേശുവേ നീയല്ലാതാരുമില്ല. ഇന്നേ ദിവസം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകലരിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.